ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ട്രിപ്പ് നോക്കണം. നമ്മുടെ റൂമിൽ എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും ഓഫാണ്. അപ്പോൾ നമ്മൾ മഹാബലിപുരത്ത് പോകാൻ എഴുതി കാറൊക്കെ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസ് എല്ലാവരും റെഡിയായി. ഇപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ റെൻറ്റിന് എടുത്ത കാറ്, സ്വിഫ്റ്റ് KL രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകാമല്ലോ. ഓരോ ആളും മാറി മാറി ഓടിക്കാമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഏകദേശം 50-60 കിലോമീറ്റർ പോകാനുണ്ട് നമുക്ക്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി മുന്നോട്ടേക്ക് നീങ്ങാൻ. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ മുതലാളി. ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് കരുതി. പെട്രോൾ പമ്പ് കയറിയിട്ടാണ്. ഇതായി പോകുന്നതൊക്കെ ഒരു പള്ളി കണ്ടിട്ട് നിർത്തിയതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഫുഡിൻ്റെ ഇവിടുന്ന് 2-3 ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഫോളോ ചെയ്തായി. ഗൂഗിൾ മാപ്പെല്ലാം വെച്ചിട്ടാണ് പോകുന്നത്. മഹാബലിപുരം എന്നാണ് അവിടെ കിടിലൊരു അമ്പലമൊക്കെ എന്തോ ബട്ടർ ബോളാ അങ്ങനെ എന്തൊക്കെയെല്ലാം ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഇടുന്ന 2-3 ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അതായത് നമ്മൾ ബോർഡ് കണ്ട് എന്താ ഷോർട്ട് ടെമ്പിൾ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാമല്ലോ. നമ്മൾ കവാടത്തിന് അങ്ങോട്ട് കയറി. ഇനി ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് തോന്നുന്നു. ഗൈസ് ആദ്യം നമ്മൾ ബട്ടർ ബോൾ കണ്ടിട്ട് ഷോർട്ട് ടെമ്പിൾ കാണാൻ വേണ്ടി പോകാമെന്ന് കരുതി. അപ്പോൾ പാർക്കിംഗ് ആണ് ഗൈസ്. ഇവിടെ പാർക്കിംഗ് ഒന്നും കാണില്ല. അങ്ങനെ ദൂരെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കാം. നല്ല പ്രൈവറ്റ് പാർക്കിങ്ങാണ്, പൈസ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഗൈസ് ഒരു പാറ ഫുള്ള് കൊത്തുപണി ചെയ്തിട്ട് രക്ഷയില്ല ഗൈസ്. കിട്ടുന്ന ഫ്രെയിം എനിക്ക് വീഡിയോ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഗൈസ് ഇതൊക്കെ എന്താണെന്ന് അവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഓഡിയോ സ്കാൻ ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. ഇതെന്താ ഗുഹയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അങ്ങനെ അകത്ത് കയറി നോക്കാം. ഇതാ ഒപ്പരമുള്ളവരെല്ലാം അകത്ത് കയറി. ഇത് ഗുഹയാണ് ഗൈസ്. പക്ഷേ നമ്മൾ ഉള്ളിലോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് എന്തോ സംഭവിച്ച് പുരാതന ഇതാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള ഒരു ചെക്കനിവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ബട്ടർ ബോൾ കാണാൻ പോകാമല്ലോ. ഇതാണ് ബട്ടർ ബോള്. കിട്ടിനം വ്യൂ, നല്ല കാലാവസ്ഥയായി. ഇവിടെ വലിയ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് എത്രയോ ദൂരം വരെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഫുള്ള് ഗുഹകളും എന്തൊക്കെയോ ആണ് പുരാതന സംഭവങ്ങൾ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബട്ടർ ബോൾ. നമ്മളിവിടുന്ന് റീലും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. നമുക്കിനി അവിടുത്തെ ഗുഹയൊക്കെ നോക്കാമല്ലോ. ഗൈസ് ഇവിടെ എന്താ കിണർ പോലത്തെ എന്തോ സംഭവമാണ്. വെള്ളമൊക്കെ ഉണ്ട്. ഫുള്ള് ഗുഹേൻ്റെ ഇടയിലോട്ടേ വന്നെ. ഫുള്ള് പാറക്കെട്ടുകളാണ്. ദൈവന്മാർ ആ മരത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. താഴേക്ക് ഇറങ്ങാലോ. ഇവിടെ മുമ്പ് വന്ന ചെക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് എന്തോ കിട്ടില്ല വ്യൂ ഉണ്ട് പറഞ്ഞിട്ട് ഏതോ പാറക്കെട്ടിൻ്റെ ഇടയിലൂട്ടിയാണ് പോകുന്നത്. ലാസ്റ്റ് കുട്ടേട്ടനാകുമോ രക്ഷയില്ല. കിട്ടില്ല വ്യൂ അതാ ചാടിയിട്ടൊക്കെ. നല്ല കാറ്റും. ഇവിടെ നിന്ന് ഫുള്ള് പാറകളൊക്കെ കൊണ്ടുള്ള ഇതാണ്. പാറ കൊത്തി ഒരു അമ്പലമോ അങ്ങനെ എന്തൊക്കെയുണ്ടോ സംഭവങ്ങൾ. ഇവിടെ വേറെ ഒരു ഇത് നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ 2 സിംഹത്തിനെ പോലത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറി നോക്കാമല്ലോ. ഇത് കുറച്ച് ടാസ്ക്കാണ്. അപ്പം കയറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഇതായപ്പോൾ. അപ്പോൾ കാശ് ഇതിൻ്റെ മുകളിലെത്തിയത് നമുക്ക് അവിടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും തോന്നുന്നു. ഇവിടെ കയറി എല്ലാം കാണാൻ പറ്റും ഗൈസ്. രക്ഷയില്ല.
ഗൈസ് ഞാനിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ് ഗൈസ് ഉള്ളത്. ഓഹ് എൻ്റെ മോനെ കിട്ടിയില്ല ഗൈസ്. ഇവിടെ പോകുന്ന വഴിക്ക് ഫുൾ ഇങ്ങനത്തെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളാണ് ഗൈസ്. ഇവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇവരിങ്ങനെ കൊത്തുപണിയൊക്കെ ചെയ്ത് പാറയിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ഗൈസ്. ഇവിടെ ഇതാ പണിയെടുത്തുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടെ ബട്ടർ ബോളിൽ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി ഷോർട്ട് ടെമ്പിളിലേക്ക് പോവാം. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഷോർട്ട് ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് നടക്കലാണ്. വണ്ടി നമ്മൾ കുറച്ച് ദൂരെയാണ് വെച്ചത്. ഇവിടെയൊക്കെ ഫുള്ള് പെയ്ഡ് പാർക്കിങ്ങാണ്, പൈസയാക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് ഈ ഷോർട്ട് ടെമ്പിളിലും ബട്ടർ ബോൾ ഇത് ഫുള്ള് എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റൊരു ടിക്കറ്റ് എടുക്കണ്ടു. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഗൈസ് ഇവിടെ ബഗ്ഗി ഉണ്ട്, പക്ഷേ ഇതിനത്ര 200 രൂപ അങ്ങനെ എന്തോ ആണ് ഇവർ പറയുന്നത്. ഗൈസ് കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്, ഷോർട്ട് ടെമ്പിൾ എന്ന് പറയും. ഗൈസ് ഈ ഷോർട്ട് ടെമ്പിളിൻ്റെ ഷോർട്ടായിട്ടുള്ള ഹിസ്റ്ററി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഗൈസ് ഇവിടെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റായിട്ടാണ് അവർ ഈ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഗൈസ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഫ്രെയിമാണ്, 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ അമ്പലത്തിൻ്റെയൊക്കെ ഓരോ മുമ്പത്തിന് നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് സ്കാൻ ചെയ്ത് എനിക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവർ തന്നെ പറഞ്ഞു തരും. ഗൈസ് നമ്മുടെ ഫുഡ് കഴിക്കാൻ വന്നില്ല. ചെന്നൈയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുന്നത്. നമ്മുടെ കേരള ഒരു വലിയ ടേസ്റ്റിലുള്ള ആ ഒരു മീൻ കറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിക്കട്ടെ ഗൈസ്. നമ്മളിതാ കോളം ബീച്ചിൽ വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കോളമല്ല, ഇവിടെ ചെന്നൈ തമിഴ്നാട്ടിലുള്ള കോളം ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഗൈസ്. ഇതാണ് ബീച്ച്. ഫുള്ള് പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കലാണ്. പക്ഷെ വൃത്തിയും കാര്യങ്ങളൊക്കെ തീരെ ഇല്ല ഗൈസ്, ഫുള്ള് ശോകമാണ്. അപ്പം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. അത്യാവശ്യം തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തി നോക്കണ്ട, ഫുള്ള് വേസ്റ്റാണ്. ഗൈസ് ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്. ഞാൻ ഒരു ചായയും ഒരു മുളക് ബജിയും പറഞ്ഞു. എല്ലാവരും ചായ കുടിക്കില്ല. കുറേ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി കഴിക്കാമല്ലോ, ചായ കുടിച്ചിട്ട് വരാം. ഗൈസ് നമ്മുടെ കോളേജിലെ ബാക്കി പിള്ളേർ ലീല പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണുള്ളത്. അവരുടെ റൂമിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഗൈസ് അവരുടെ റൂം. കുറേ എണ്ണം ഡ്യൂട്ടിക്ക് പോയിട്ടുള്ളത്. ഇവിടെ കുറച്ച് കിടന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി. അമ്മമാരെയൊക്കെ കണ്ടിട്ട് ഇനിയപ്പോൾ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമ്മളെ റൂമിലേക്ക്. കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്കൊക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇനി പോകുമ്പോൾ എടുക്കാം. ഗൈസ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോക്കാണ്. ഗൈസ് രാത്രി അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള്. നമുക്ക് രാത്രി 12 മണിയാകുമ്പോഴേക്കും വണ്ടി തിരിച്ച് കൊണ്ടു കൊടുക്കണം. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ രാത്രിത്തെ ഫുഡ്, പൊറോട്ടയും ഗ്രേവിയും. അപ്പം ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറെ ഇനി പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ എഴുതി. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിലേക്കും ബൈ.